ഹോർമൂസ് കടലിടുക്കിൽ കടുത്ത സംഘർഷം, രണ്ടാഴ്ച നീണ്ട തടസ്സം, ഇന്ത്യയിലേക്ക് വരേണ്ട ഗ്യാസ് കപ്പലുകൾ കുടുങ്ങി. ഇത്തരം അതീവ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികസേന രംഗത്തിറങ്ങിയെന്നതാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ വീടുകളുടെ അടുക്കളയെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധി, അതിനെ നേരിട്ട് തടഞ്ഞു നിർത്തിയ അത്യന്തം നിർണായകമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 92,700 ടൺ LPG വഹിച്ച 2 വലിയ ടാങ്കറുകൾ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ നാവികസേന നടത്തിയ അതിസൂക്ഷ്മമായ എസ്കോർട്ട് ഓപ്പറേഷൻ. ഇത് സാധാരണ ഒരു നാവിക ദൗത്യമല്ല. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സംരക്ഷണത്തെയും ദേശീയ താല്പര്യങ്ങളെയും സംരക്ഷിച്ച ഒരു നിർണായക നീക്കം തന്നെയാണ്. ഇന്നത്തെ വാർത്തയിൽ ഇക്കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഗൾഫ് മേഖലയിൽ സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ നാവികസേന 2 LPG ടാങ്കറുകൾ വിജയകരമായി സുരക്ഷിതമായി എസ്കോർട്ട് ചെയ്തിരിക്കുകയാണെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ശിവാലിക് എന്ന കപ്പലും നന്ദാദേവി എന്ന കപ്പലുമാണ് ഈ ദൗത്യത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. ഇവ രണ്ടും കൂടി ഏകദേശം 92,700 ടൺ LPG വഹിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഈ ദൗത്യം നടപ്പാക്കിയത് ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ സങ്കൽപ് എന്ന തുടർച്ചയായ സുരക്ഷാ നടപടിയുടെ ഭാഗമായാണ്. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്ന് ആരംഭിച്ച് ഹോർമൂസ് കടലിടുക്ക് കടന്ന് സുരക്ഷിതമായി ഈ കപ്പലുകൾ മുന്നോട്ട് പോകാൻ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ നേരിട്ട് എസ്കോർട്ട് നൽകിയെന്നതാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പോലും ഈ നാവിക സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 2 കപ്പലുകളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് ഇന്ത്യയുടെ ദേശീയ LPG ആവശ്യകതയുടെ ഏകദേശം 1.25 ദിവസത്തെ ഉപഭോഗത്തിന് തുല്യമാണ്. ഇത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ ഉപയോഗിക്കുന്ന അടുക്കള ഗ്യാസിന് ഈ ചരക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് എന്നതാണ്. 2 ആഴ്ച നീണ്ട തടസ്സം. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് യാത്ര ചെയ്യുന്നത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമായിരുന്നു. ഇത് ഇന്ത്യയുടെ ഗ്യാസ് വിതരണത്തെയും ബാധിച്ചു എന്നതാണ്. ഇന്ത്യയിൽ ദിവസേന LPG സിലിണ്ടർ ആവശ്യങ്ങൾ കുത്തനെ ഉയർന്ന് 88.8 ലക്ഷം സിലിണ്ടർ വരെ എത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം സർക്കാർ ജനങ്ങളോട് പാനിക് ബുക്കിംഗ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതായത് ഒരു അടിയന്തര ഘട്ടം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും വേഗത്തിൽ പോയി ബുക്ക് ചെയ്ത് നിയന്ത്രണാതീതമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനി ഈ ദൗത്യത്തിലേക്ക് തന്നെ വരാം. ഈ ദൗത്യം വിജയിക്കാൻ മറ്റൊരു പ്രധാന ഘടകം കൂടി ഉണ്ടായിരുന്നു. അതാണ് നയതന്ത്ര ഇടപെടൽ. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ഇന്ത്യൻ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായി വഴി നൽകാമെന്ന് ഇറാൻ സമ്മതിച്ചു എന്നതാണ്. ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫതാലി വ്യക്തമാക്കിയതനുസരിച്ച് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദവും സാമ്പത്തിക ബന്ധവും പരിഗണിച്ചാണ് ഈ ഒരു തീരുമാനം. എന്നാൽ ചില മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുകയാണ് കേട്ടോ. ഇന്ത്യക്ക് ആവശ്യമായ LPGയുടെ ഏകദേശം 60% ഇറക്കുമതിയാണ് ഇത്. അതിൽ 85 മുതൽ 90% വരെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ ചരക്കുകളെല്ലാം തന്നെ ഹോർമൂസ് കടലിടുക്ക് കടന്ന് തന്നെയാണ് ഇന്ത്യയിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കടലിടുക്കിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും, അതായത് ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുമെന്നതാണ്. ഗൾഫ് മേഖലയിൽ ഈ സംഘർഷം കാരണം കപ്പൽ ഇൻഷുറൻസിനുള്ള വാർ റിസ്ക് പ്രീമിയങ്ങൾ ഇപ്പോൾ കുത്തനെ ഉയർന്നിട്ടുണ്ട്. സാധാരണ നിരക്കിനേക്കാൾ 5 മടങ്ങ് മുതൽ 25 മടങ്ങ് വരെ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഭാവിയിലെ ഗ്യാസ് ഇറക്കുമതി ചെലവുകൾക്കും അവസാനം ഇന്ത്യയിലെ ഊർജ്ജ വിലയ്ക്കും ഒക്കെ ഇത് ബാധകമായേക്കാമെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുടെ നാവികസേന നടത്തുന്ന ഓപ്പറേഷൻ സങ്കൽപ് ഇതിനു മുൻപും യാത്രാ കപ്പലുകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്യാസ് അടക്കമുള്ള 80%-ലധികം ഇറക്കുമതികൾ സമുദ്രമാർഗത്തിലൂടെയാണ് എത്തുന്നത്. അതിനാൽ തന്നെ ഈ കടൽപാതകൾ സുരക്ഷിതമാക്കുന്നത് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള 22 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ കൂടി ആ ഭാഗത്തായിട്ട് തുടരുകയാണെന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. സംഘർഷം കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവയ്ക്കും സമാനമായ നാവിക എസ്കോർട്ട് നൽകാൻ സാധ്യതയുണ്ട്. അതോടുകൂടി കപ്പൽ ഇൻഷുറൻസ് ചെലവ് കുറയുകയും ഗ്യാസ് വിതരണം സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഈ സംഘർഷങ്ങളൊക്കെ ഒന്ന് അടങ്ങിയാലുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ സംഘർഷം വീണ്ടും ശക്തമാവുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഗ്യാസ് ക്ഷാമവും അതുപോലെ തന്നെ അടിയന്തര നടപടികളും ഒക്കെ വരാനിടയുണ്ട് എന്നതും മനസ്സിലാക്കുക. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ രാജ്യം അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മറ്റ് വിതരണ മാർഗങ്ങൾ തേടേണ്ടി വരും എന്നതും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ദൗത്യം ഒരു സാധാരണ നാവിക നീക്കമല്ല. ഇത് ഇന്ത്യയുടെ സമുദ്രശക്തി, നയതന്ത്ര കഴിവ്, ഊർജ്ജ സംരക്ഷണം ഇവയെല്ലാം ഒന്നിച്ചുകൂടിയ ഒരു നിർണായക വിജയമായി തന്നെ കണക്കാക്കണം കേട്ടോ. ഗൾഫ് മേഖലയിലെ സാഹചര്യം ഇപ്പോഴും അതീവ സൂക്ഷ്മമായിരിക്കുമ്പോൾ ഇന്ത്യയുടെ നാവികസേനയും നയതന്ത്രവും ചേർന്ന് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ശക്തമായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു ദൗത്യം.